എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി കാണാം. ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഈ കേക്ക് ഇടുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കേക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത് മാത്രമല്ല, ഇതിൻ്റെ ആ ഡിസൈനൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടുന്നത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഒരു 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒന്നുകിൽ ഒരു 3 പ്രാവശ്യം അരിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ആ ബൗൾ തന്നെയാണ് ബട്ടറൊക്കെ ബീറ്റ് ചെയ്യാനായിട്ടും എടുക്കുന്നത്. ഇനി ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഞാൻ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സോൾട്ടഡ് ബട്ടർ എടുക്കുന്നതെങ്കിൽ ഉപ്പ് നമ്മൾ കേക്കിൻ്റെ മാവ് അരിക്കുന്ന സമയത്ത് അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇനി ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നല്ല സോഫ്റ്റ് ആകുന്നിടം വരെ നല്ലതുപോലെ ഹൈ സ്പീഡിലിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മൾ സ്പാച്ചില കൊണ്ട് ജസ്റ്റ് അതിൻ്റെ അരിവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ആ അരിയിലിരിക്കുന്നതൊക്കെ നല്ലതുപോലെ ഒന്ന് ബീറ്റായി കിട്ടത്തില്ല. ബട്ടർ നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പഞ്ചസാര മുഴുവനായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളൊരു 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നല്ല രീതിക്ക് വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് ആ ബട്ടറുമായിട്ട് നല്ലതുപോലെ ചേർന്ന് വരണം. ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടുന്നത് മുട്ടയാണ്. അപ്പോൾ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം 3 മുട്ടയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഏകദേശം ഒരു മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇത് നമ്മൾ 3 മുട്ടയും ഇതേ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. മുട്ടയായാലും മൈദയായാലും അതേപോലെ ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ നല്ല പ്രാധാന്യമുള്ളതാണ്. അപ്പം അതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കുകയാണെങ്കിൽ നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കതിലോട്ട് ലാസ്റ്റത്തെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് എടുക്കാം. ഒരു 1.25 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മിക്സിലോട്ടിനി ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കുത്തി ഇളയ്ക്കുന്ന ചെയ്യേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി പാലൊഴിച്ച് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഒന്നിട വിട്ട് നമുക്ക് ആ പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ബാറ്റർ നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടാണിത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാല് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സ് നല്ല കട്ടിയായിട്ടിരിക്കുവാണെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ കൊക്കോ പൗഡറിലോട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം ബാറ്ററും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. അപ്പം ബേക്കിംഗ് ടിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇച്ചിരി വലിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുവാണെങ്കിൽ, ഞാൻ എടുത്തിരിക്കുന്നത് 9 ഇഞ്ചിൻ്റെ ആയിരുന്നു. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ എടുത്താൽ മതി. ബാറ്ററിന് നമുക്ക് ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്തോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ബാറ്റർ ഒഴിച്ചിരിക്കുന്നത്. ബാറ്റർ ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു സ്ക്യൂർ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം.
ഇനി എയർ ബബിൾസ് പോകാനായിട്ടൊക്കെ നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ കേക്ക് നല്ല രീതിയിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വയറാക്കിലോട്ട് മാറ്റി ഇതിൻ്റെ ചൂടൊന്ന് പോകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന കേക്കിന് ഒരുപാടങ്ങ് ഹൈറ്റ് വന്നിട്ടില്ല, കാരണം ഞാൻ 9 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നല്ല ഹൈറ്റ് കേക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.